ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഈ ഹീലിംഗ് നൈറ്റിലൂടെ ഒരുമിച്ച് ചേരുന്ന ശാലോം ജപമാല സഖ്യത്തിലെല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുകയാണ്. ഈ ക്രിസ്തുമസ് വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. അത് സകല ജനത്തിനും വേണ്ടിയുള്ളതാണെന്നാണ് ആട്ടിടയന്മാരെ ദൈവദൂതൻ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, ഈ ലോകത്തിലെ ബഹുഭൂരിപക്ഷം മനുഷ്യരും ഈ സദ്വാർത്ത ഇതുവരെയും കേട്ടിട്ടില്ല. ക്രിസ്തുമസിൻ്റെ ആനന്ദം എന്താണെന്ന് അവർക്കറിയില്ല. അപ്പോൾ സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ സദ്വാർത്ത സകല മനുഷ്യരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ക്രിസ്മസ് കാലത്ത് നമ്മൾ നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരാകാതെ, ക്രിസ്തുവിനെ അറിയാത്ത, ക്രിസ്തുമസിൻ്റെ ആനന്ദം അനുഭവിക്കാത്ത, ക്രിസ്മസ് എന്താണെന്നറിയാത്ത അനേക കോടി മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ ഒരു മണിക്കൂർ നമുക്ക് പ്രത്യേകമായിട്ട് ഉപയോഗിക്കാം. പലപ്പോഴും നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുള്ളത് നമുക്ക് വേണ്ടി മാത്രമാണ്, നമ്മളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി. അതിൽ തെറ്റൊന്നുമില്ല, സ്വാഭാവികവുമാണ്. എന്നാൽ ഒരു വ്യക്തി ആത്മീയമായി വളരുന്നതിന് ആനുപാതികമായി, സ്നേഹത്തിലും ജ്ഞാനത്തിലും വളരുന്നതിന് ആനുപാതികമായി ആ വ്യക്തിയുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ ചക്രവാളം വികസിക്കാൻ തുടങ്ങും. എനിക്ക് വേണ്ടിയും എൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയുമുള്ള പ്രാർത്ഥനയ്ക്കുപരിയായി ലോകത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, നാടിനു വേണ്ടി, മറ്റു മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്വാഭാവികമായിട്ടും ഒരു പ്രേരണയുണ്ടാകും. അത് സ്നേഹത്തിലുള്ള വളർച്ചയാണ്, ആത്മീയമായ വളർച്ചയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എപ്പോഴും നമ്മളെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന സെൽഫ് സെൻറ്റേഡായ, സ്വയം കേന്ദ്രീകൃതമായ മനസ്സുള്ള വ്യക്തികൾ എപ്പോഴും അസ്വസ്ഥരായിരിക്കും. എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ വേദന, എൻ്റെ ദുഃഖം, എൻ്റെ ഭാരം, എൻ്റെ ഭാവി, ഇങ്ങനെ എൻ്റെ എന്ന ചിന്തയിൽ മാത്രം ജീവിക്കുന്നവർ ദുഃഖിതരും അസ്വസ്ഥരും ഒക്കെയായിട്ട് മാറും. എന്നാൽ നമ്മളിൽ നിന്ന് പുറത്തു കടന്ന് മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള കൃപ കിട്ടുന്നവർ കൂടുതൽ സന്തോഷമുള്ളവരായി കാണപ്പെടാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ രക്ഷ വേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയുള്ള രക്ഷയാണ്. നമ്മളിലെ പഴയ മനുഷ്യൻ, സെൽഫ് സെൻറ്റേഡായിട്ടുള്ള ആ മനുഷ്യൻ, അവൻ്റെ ചിന്തകൾ അതെല്ലാം മാറി നമ്മൾ പുറത്ത് ചാടുമ്പോഴാണ് സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത്. ക്രിസ്തുമസിൻ്റെ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ കഴിയുക. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളെക്കുറിച്ചുള്ള അമിതമായ ചിന്ത, ഉത്കണ്ഠ, ഭാരം ഇത് വിട്ട് മറിച്ച് ദൈവത്തിലേക്ക് നമ്മുടെ മനസ്സുയരണം, മറ്റു മനുഷ്യരിലേക്ക് നമ്മുടെ മനസ്സുയരണം. വലിയ വിടുതലിൻ്റെ അനുഭവം നമുക്കുണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ വിചാരിക്കും നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുമെന്ന്. അത് ഒരു അറിവില്ലായ്മയിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. ഉദാഹരണത്തിന്, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അവർ നല്ല സ്വഭാവമുള്ളവരായിട്ട് മാറണം, ചീത്ത കൂട്ടുകെട്ടുകളിൽ വീഴരുത്, അവർ മിടുക്കരാകണം, ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. പക്ഷേ അവരുടെ കൂടെ പഠിക്കുന്ന കുട്ടികളെല്ലാം മോശക്കാരാണെങ്കിൽ, അവർ ചീത്ത കൂട്ടുകെട്ടുകളുള്ളവരാണെങ്കിൽ, അവർ മയക്കുമരുന്നും മദ്യം ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സംരക്ഷിക്കപ്പെടുക വളരെ അപകടകരമാണ് അവിടെ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, അവരുടെ കൂട്ടുകാർ, അവരുടെ വിദ്യാലയം, അവരുടെ അധ്യാപകർ, അവരെല്ലാം നമ്മുടെ കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. അവരെല്ലാം അനുഗ്രഹിക്കപ്പെടണം, അവരെല്ലാം സംരക്ഷിക്കപ്പെടണം. അപ്പോൾ നമ്മുടെ മക്കളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, വിദ്യാലയത്തിലുള്ള മറ്റ് വിദ്യാർത്ഥികളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അതെല്ലാം നമ്മുടെ കുഞ്ഞിൻ്റെ അനുഗ്രഹമായിട്ട്, സംരക്ഷണയും സുരക്ഷിതമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും നമ്മുടെ സാമ്പത്തിക പരാധീനത മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഓർക്കണം, ഒരു രാജ്യം സാമ്പത്തികമായിട്ട് തകർന്നു കഴിയുമ്പോൾ അതിൻ്റെ പരിണതഫലമായി ഉണ്ടാകുന്ന സാമ്പത്തിക ഞെരുക്കം ആ രാജ്യത്തുള്ള എല്ലാവരും അനുഭവിക്കും. ആ സാമ്പത്തിക തകർച്ചയുടെ ഫലമായി തൊഴിലില്ലായ്മ വർദ്ധിക്കും. അപ്പോൾ എൻ്റെ ജോലി എൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല, എൻ്റെ രാജ്യവുമായി ബന്ധപ്പെട്ടായിരിക്കുന്നു. എൻ്റെ രാജ്യം സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ രാജ്യം വികസിക്കണം, അതിനാനുപാതികമായി അവസരങ്ങൾ എനിക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേണ്ടി എൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മാറാൻ വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, എൻ്റെ രാജ്യം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയും കൂടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം, നല്ല ഭരണാധികാരികളുണ്ടെങ്കിലാണ് രാജ്യം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. ധാർമ്മികതയില്ലാത്ത, ദൈവിക മൂല്യമില്ലാത്ത, ദൈവഭയമില്ലാത്ത, ജനത്തെ സ്നേഹിക്കാത്ത, അഴിമതി നിറഞ്ഞ ഭരണാധികാരികൾ ഉണ്ടായിക്കഴിയുമ്പോൾ
രാജ്യം നശിക്കും. അതിൻ്റെ വില നമ്മളും കൊടുക്കേണ്ടി വരും. അത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് നല്ല ഭരണാധികാരികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ആത്മീയമായി വളർന്ന വ്യക്തികളുടെ ഉത്തരവാദിത്തമാണ് നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, നാടിന് വേണ്ടി, നശിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതും നമ്മളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതിനേക്കാളേറെ സുവിശേഷം സ്വീകരിച്ച, ക്രിസ്തുമസ് അനുഭവിച്ചറിഞ്ഞ നമ്മുടെ ചുമതലയാണ് ഇത് മറ്റുള്ളവരിലേക്ക് പകരുക എന്നുള്ളതും മറ്റുള്ളവരെ സംരക്ഷിക്കുക എന്നുള്ളതും. ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം പഴയ നിയമത്തിലെ ലോത്തിൻ്റെ കഥയാണ്. ലോത്ത് നീതിമാനായൊരു മനുഷ്യനായിരുന്നു. പക്ഷേ ലോത്ത് ജീവിച്ചിരുന്ന സൊദോം ഗൊമോറ പട്ടണങ്ങൾ തിന്മ നിറഞ്ഞതായിരുന്നു. ദുഷ്ടത നിറഞ്ഞ മനുഷ്യരായിരുന്നു സൊദോം ഗൊമോറയിലുണ്ടായിരുന്നു. പക്ഷേ അവരുടെ പാപത്തിലൊന്നും ലോത്ത് പങ്കുചേർന്നില്ല. ലോത്ത് അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായി തൻ്റെ നീതിബോധത്തിൽ ഉറച്ച് ജീവിച്ചു. തൻ്റെ മക്കളെ നന്നായിട്ട് വളർത്തി. അതുകൊണ്ട് പാപം നിറഞ്ഞ സൊദോം ഗൊമോറയെ ദൈവം നശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ നീതിമാനായ ലോത്തിന് മുന്നറിയിപ്പ് നൽകി ലോത്തിനെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തുകയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ലോത്ത് പാപം ചെയ്തില്ല, ലോത്തിൻ്റെ മക്കൾ പാപം ചെയ്തില്ല. അവർ നന്നായി ജീവിച്ചു, അവർ രക്ഷപ്പെട്ടു. പക്ഷേ ഈ രക്ഷപ്പെടലിൽ അവർക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. സൊദോം ഗൊമോറയിൽ നിന്നും മുന്നറിയിപ്പ് സ്വീകരിച്ച് രക്ഷപ്പെട്ട് ഓടിയപ്പോൾ ഒന്ന്, അവരുടെ കുടുംബം, വീട് അവർക്ക് നഷ്ടപ്പെട്ടു. ലോത്ത് ഒരുപാട് സമ്പന്നനായിരുന്നു. ഒരുപാട് ആടുമാടുകളും സ്വർണ്ണവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോകേണ്ട വന്നു. ജീവിതകാലത്ത് സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ടു. ആ ഓട്ടത്തിൻ്റെ ഇടയിൽ ദൈവം പറഞ്ഞത് കേൾക്കാതെ പിന്നോട്ട് നോക്കി നിന്ന ഭാര്യയുടെ മേൽ ഗന്ധകം വർഷിക്കപ്പെട്ടു. അവളൊരു ഉപ്പുതൂണായിപ്പോയി. ഭാര്യ നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ട ഒടുവിൽ അന്യനാട്ടിൽ ഒരു ഗുഹയിൽ വാർദ്ധക്യകാലം ചെലവഴിക്കേണ്ടി വന്നു. അപ്പോൾ രക്ഷപ്പെട്ടു എങ്കിലും ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. ലോത്ത് പാപം ചെയ്തിട്ടല്ല, ലോത്ത് ജീവിച്ചിരുന്ന ദേശത്തിൻ്റെ പാപം കൊണ്ട് ലോത്തും വില കൊടുക്കേണ്ടി വന്നു. ദേശത്തിൻ്റെ പാപം, ദേശത്തിൻ്റെ മേലുണ്ടായ ദൈവശിക്ഷ ലോത്തിനും അതിൻ്റെ ഒരു പങ്ക് വഹിക്കേണ്ടി വന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യം നശിച്ചാൽ, സഭ നശിച്ചാൽ, നമ്മുടെ സമൂഹം നശിച്ചാൽ അതിൻ്റെ വില നമ്മളും കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി തീഷ്ണതയോടെ പ്രാർത്ഥിക്കേണ്ട നാളുകളാണിത്. നമ്മളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട നാളുകളാണിത്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഓർക്കണം, നമ്മൾ ദൈവത്തിൻ്റെ മനസ്സുള്ളവരായിട്ട് മാറുകയാണ്. നമ്മുടെ മാത്രം രക്ഷയല്ല, മറിച്ച് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മളിലൂടെ നിർവഹിക്കപ്പെടുമ്പോൾ, ദൈവഹിതം നിറവേറ്റുമ്പോൾ നമ്മുടെ കാര്യങ്ങളിൽ ദൈവം പ്രത്യേകമായ വിധത്തിലുള്ള പരിഗണന ഉണ്ടാകും. ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ആരും നശിക്കരുത്. അപ്പോൾ ഇവിടെയാണ് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പ്രസക്തി ഇരിക്കുന്നത്, സുവിശേഷ ശുശ്രൂഷകളുടെ പ്രസക്തി ഇരിക്കുന്നത്. ആത്മാക്കളെ രക്ഷിക്കുവാനുള്ള ദൈവിക മൂല്യങ്ങൾ സമൂഹത്തിൽ പകർന്നു കൊടുത്ത് സമൂഹത്തെ ജീർണതയിൽ നിന്ന് കാത്തു സംരക്ഷിക്കാനുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഷാലോം പോലുള്ള ശുശ്രൂഷകൾ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത അതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തുടർന്നുള്ള മണിക്കൂറിലെ ആരാധനയിൽ നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ദേശത്തിന് വേണ്ടിയും ആത്മീയ ശുശ്രൂഷകൾക്ക് വേണ്ടിയും മറ്റു മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രത്യേകമായ വിധത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്രിസ്തുമസിൻ്റെ ചൈതന്യത്തിൽ നമുക്ക് വളരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഉണ്ണി യേശുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങളിൽ ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് തീർച്ചയായിട്ടും നിങ്ങളെ സന്ദർശിക്കും. നിങ്ങളുടെ വേദനകളിൽ, നിങ്ങളുടെ കണ്ണുനീരിൽ കർത്താവിൻ്റെ കരങ്ങൾ നീട്ടപ്പെടുന്ന അനുഭവം ഉണ്ടാകും. കർത്താവ് തീർച്ചയായിട്ടും നമ്മളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്.
തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്കാരാധന. ഹോസാന ഹല്ലേലൂയ, 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 ഹോസാന ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ആരാധനയുടെ അനുഗ്രഹീതമായ നിമിഷങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമ്മെ പൂർണ്ണമായിട്ടും ഈ ആരാധനയിലേക്ക് ചേർത്ത് വയ്ക്കാം. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ചേർത്ത് വയ്ക്കാം. എല്ലാ മെത്രാന്മാരെയും ചേർത്ത് വയ്ക്കാം. എല്ലാ പുരോഹിതരെയും ചേർത്ത് വയ്ക്കാം. എല്ലാ സമർപ്പിതരെയും ചേർത്ത് വയ്ക്കാം. നമ്മുടെ കുടുംബങ്ങളെ ചേർത്ത് വയ്ക്കാം. നമ്മുടെ മാതാപിതാക്കന്മാരെ ചേർത്ത് വയ്ക്കാം. നമ്മുടെ ജീവിത പങ്കാളികളെ ചേർത്ത് വയ്ക്കാം. നമ്മുടെ യുവജനങ്ങളെ ചേർത്ത് വയ്ക്കാം. എല്ലാ ബാലിക ബാലന്മാരെയും ചേർത്ത് വയ്ക്കാം. എല്ലാ കുഞ്ഞുങ്ങളെയും ചേർത്ത് വയ്ക്കാം. നമ്മളെ എല്ലാവരെയും ഈ ആരാധനയുടെ അനുഗ്രഹീതമായ നിമിഷങ്ങളിലേക്ക് ഹൃദയപൂർവം ചേർത്ത് വയ്ക്കാം. ആരാധനയുടെ വലിയ ഒരു അനുഭവം ഈ ദിവസം ഉണ്ടാകാൻ, ആരാധനയുടെ വലിയൊരു അനുഭവം നമ്മുടെ വീട്ടിലുണ്ടാകാൻ, ആരാധനയുടെ വലിയൊരു അനുഭവം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടാകാൻ, വലിയൊരു സൗഖ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകാൻ ഈ ആരാധനയിലേക്ക് നമ്മെ ഓരോരുത്തരെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. നമ്മെ അനുഗ്രഹിക്കുവാനായി, നമ്മെ ആശ്വസിപ്പിക്കുവാനായി, നമ്മെ സൗഖ്യപ്പെടുത്തുവാനായി ഒരു കുഞ്ഞപ്പത്തിന്റെ രൂപത്തിൽ ദൈവം നമ്മുടെ മുന്നിലേക്ക് എഴുന്നള്ളിയിരിക്കുന്ന അനുഗ്രഹത്തിന്റെ ആരാധനയാണിത്. സൗഖ്യത്തിന്റെ ആരാധനയാണിത്. സമാധാനം നൽകുന്ന ആരാധനയാണിത്. സന്തോഷം നൽകുന്ന ആരാധനയാണിത്. നമ്മളെ എല്ലാവരെയും, നമ്മെ പൂർണ്ണമായും ഈ ആരാധനയിലേക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ചേർത്ത് വയ്ക്കാം. യേശുവേ, 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 ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ശാലോം
ജപമാല സഖ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ശാലോം മിനിസ്ട്രിയുടെ തന്നെ ഹൃദയമായ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സഖ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ഹീലിംഗ് നൈറ്റ് മിനിസ്ട്രിയിലേക്ക് നമ്മൾ ഒരുമിച്ച് പ്രവേശിക്കുകയാണ്. പരിശുദ്ധ അമ്മയോടുള്ള അടുപ്പത്തിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സഖ്യമാണിത്. സൗഖ്യം ലഭിക്കുന്ന സഖ്യം. നമുക്കറിയാം, 12-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഡൊമിനിക്കിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതു മുതൽ ജപമാല ഭക്തിയിലേക്കുള്ള നമ്മുടെ ചരിത്രം ആരംഭിക്കുകയാണ്. എങ്കിലും 1475 ഡൊമിനിക്കൻ സന്യാസ സഭയുടെ ആത്മീയ ശിക്ഷണത്തിൽ വാഴ്ത്തപ്പെട്ട അലൻ ഡി റോഷിൻ തൻ്റെ ആത്മീയ പ്രഭാഷണങ്ങളിലൂടെ ജപമാല സഖ്യം കത്തോലിക്ക സഭയിൽ ആരംഭിക്കുന്നത്. ഈ വാഴ്ത്തപ്പെട്ട മനുഷ്യൻ്റെ പ്രസംഗങ്ങളിലൂടെ പിന്നീട് ലയോ 13-ാമൻ മാർപ്പാപ്പ തൻ്റെ അപ്പോസ്റ്റലിക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നിർദ്ദേശത്തിലൂടെ 500-ലധികം വർഷങ്ങളായി ഒത്തിരിയേറെ മക്കളെ ഈ സഖ്യത്തിലേക്ക്, മരിയ ഭക്തിയിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. മാർപ്പാപ്പമാർ, വിശുദ്ധർ എല്ലാവരും ഈ ജപമാല സഖ്യത്തിലുണ്ട്. ഈ സഖ്യത്തിൻ്റെ ലക്ഷ്യവും നമുക്കറിയാം. പരിശുദ്ധ അമ്മയുടെ മാതൃ സംരക്ഷണവും പരിശുദ്ധ അമ്മയുടെ മാതൃഭക്തിയും നേടിയെടുക്കുക എന്നതാണ് ജപമാല സഖ്യത്തിൻ്റെ ലക്ഷ്യം. ആഴ്ചയിലൊരിക്കൽ പരിശുദ്ധ ജപമാലയിലെ 20 രഹസ്യങ്ങളും ധ്യാനിക്കുക എന്നതുമാത്രമാണ് ഈ ജപമാല സഖ്യത്തിൻ്റെ പ്രധാന കടമ. ഭാഗികമായും പൂർണ്ണമായും ദണ്ഡവിമോചനവും പ്രത്യേക ആനുകൂല്യങ്ങളും ഒക്കെയാണ് ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ജപമാല സഖ്യത്തിലെ അംഗങ്ങൾക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഈ ജപമാല സഖ്യത്തോട് ചേർന്ന് നമ്മൾ ഇന്ന് ഈ സൗഖ്യത്തിൻ്റെ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ എത്ര വലിയ അനുഗ്രഹത്തിൻ്റെ ആരാധനയുടെ മുൻപിലാണ് നമ്മൾ ഇരിക്കുക. ശരിക്കും ഈ ജപമാലകൾ ചൊല്ലിയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് ഇപ്രകാരമാണ്: പരിശുദ്ധ അമ്മ ഉണ്ണിയെ കയ്യിലേന്തി നിൽക്കുന്ന രൂപത്തിൻ്റെ മുമ്പിൽ ഒരു വ്യക്തി ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഉണ്ണി ഈശോ ആ വ്യക്തിയിലേക്ക് താഴ്ന്നിറങ്ങുന്നതിനുള്ള ഗോവണിയാണ് പരിശുദ്ധ അമ്മ. താഴ്ന്നിറങ്ങുന്നതിനുള്ള ഗോവണി. പിന്നീട് ഈശോ നമ്മെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അതുകൊണ്ടാണ് ഈ പരിശുദ്ധ ജപമാലയിലൂടെ നമ്മൾ ഈശോയിലേക്ക് പ്രവേശിക്കേണ്ടത്. ഈ മരിയ ഭക്തിയുടെ തണലിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം വ്യക്തമായി അറിഞ്ഞിരിക്കണം. ഈ ജപമാല ചൊല്ലി, ഈ മരിയ ഭക്തിയുടെ ജപമാല സഖ്യത്തിലുള്ള മരിയ ഭക്തിയിൽ ആഴ്ചയിലൊരിക്കൽ ജപമാലയുടെ 20 രഹസ്യങ്ങൾ ധ്യാനിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ശരിക്കും ഈ ജപമാലയിലൂടെ ധ്യാനിക്കുന്നത്? ഒരു നിമിഷം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഈ ജപമാല സഖ്യത്തിൽ നമ്മൾ കൂടിയിരിക്കുമ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ ചൊല്ലുന്നു.
ഒന്ന് ഓർത്തു നോക്കി, ഈ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ ചൊല്ലുമ്പോൾ മംഗളവാർത്ത, എലിസബത്തിനെ സന്ദർശിക്കുന്നത്, ഈശോയുടെ ജനനം, ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നത്, 12 വയസ്സുള്ളപ്പോൾ നഷ്ടപ്പെട്ട ഈശോയെ ദേവാലയത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഈ സന്തോഷകരമായ രഹസ്യം നമ്മൾ ചൊല്ലുമ്പോൾ ഈശോയുടെ മനുഷ്യ അവതാരമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഇത് നിങ്ങൾ മറന്നു പോകരുത്. ഈ ജപമാല സഖ്യത്തിൽ നമ്മൾ അംഗമായിരിക്കുമ്പോൾ സന്തോഷത്തിൻ്റെ രഹസ്യം നമ്മൾ ചൊല്ലുമ്പോൾ ഈശോയുടെ മനുഷ്യ അവതാരമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഈശോയ്ക്കിപ്പോൾ വയസ്സ് 12. ഈ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ അവസാനിക്കുമ്പോൾ ഈശോയുടെ പ്രായം 12. അടുത്തത് പ്രകാശത്തിൻ്റെ രഹസ്യം. നമ്മൾ ശരിക്കും ഒന്ന് ആ രഹസ്യങ്ങൾ ഓർത്തു നോക്കിയേ. ഈശോയുടെ ജ്ഞാനസ്നാനം, കാനായിലെ കല്യാണം, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷ പ്രഘോഷണം, രൂപാന്തരീകരണം, ഒടുവിൽ അന്ത്യ അത്താഴം. അപ്പോൾ ഈ മാമോദീസ മുതൽ അന്ത്യ അത്താഴം വരെ നമ്മൾ ധ്യാനിക്കുന്നത് ഈശോയുടെ പരസ്യ ജീവിതമാണ്. വ്യക്തമായിട്ടിത് മനസ്സിലാക്കണം. ഈശോയുടെ പരസ്യ ജീവിതം 30-ാമത്തെ വയസ്സ് മുതൽ 33-ാമത്തെ വയസ്സ് വരെയുള്ള പരസ്യ ജീവിതം എത്തി നിൽക്കുന്നത് അന്ത്യ അത്താഴത്തിലാണ്. വിശുദ്ധ കുർബാന സ്ഥാപിച്ച പെസഹ രാത്രിയിലാണ്. ഇനി നമ്മൾ ദുഃഖത്തിൻ്റെ രഹസ്യത്തിലേക്ക് കടന്നു വരുന്നു. അതെവിടെ നിന്നാണ് ആരംഭിക്കുക? ഈ അന്ത്യ അത്താഴത്തിൻ്റെ മുറിയിൽ നിന്നും ഗെസ്സമൻ തോട്ടത്തിലേക്ക് പോകുന്ന ഈശോ, ഗെസ്സമനിൽ ചോര വിയർത്ത് പ്രാർത്ഥിക്കുന്ന ഈശോ, പീലാത്തോസിൻ്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടിയടിയേൽക്കുന്ന ഈശോ, മുൾമുടി ധരിപ്പിക്കപ്പെടുന്ന ഈശോ, കുരിശും ചുമന്ന് പോകുന്ന ഈശോ, ഒടുവിൽ കുരിശിൽ മരിക്കുന്ന ഈശോ. അപ്പോൾ ഈ ദുഃഖത്തിൻ്റെ രഹസ്യത്തിൽ ശരിക്കും എന്താണ് നമ്മൾ ധ്യാനിക്കുന്നത്? ഈശോയുടെ പീഡാനുഭവവും മരണവും. ഇനി നമ്മൾ മഹിമയ്ക്കെടുത്ത മഹത്വത്തിൻ്റെ രഹസ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. നമ്മൾ എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? ഈശോ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നു, സ്വർഗാരോഹണം ചെയ്യുന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം, പരിശുദ്ധ അമ്മ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടിധരിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഈ മഹത്വത്തിൻ്റെ രഹസ്യത്തിൽ ഈശോയുടെ ഉത്ഥാന വിജയം, ഉയർപ്പിൻ്റെ വിജയമാണ് നമ്മൾ പ്രഖ്യാപിക്കുക. അപ്പോൾ ഈ ജപമാല സഖ്യത്തിൽ ആഴ്ചയിൽ ഒരിക്കൽ ഈ ജപമാലയുടെ 20 രഹസ്യങ്ങളും ധ്യാനിക്കുക എന്ന് പറയുമ്പോൾ, നമ്മൾ ഇന്ന് ഈ ആരാധനയുടെ മുമ്പിലിരിക്കുമ്പോൾ ഈ ട്രാവൽ, ഈ യാത്ര നമുക്ക് പിടുത്തം കിട്ടണം. ഈ 4 രഹസ്യങ്ങളും ധ്യാനിക്കുമ്പോൾ ആദ്യം ഈശോയുടെ മനുഷ്യ അവതാരം 12 വയസ്സുവരെ, പിന്നീട് ഈശോയുടെ മനുഷ്യ അവതാരത്തിന് ശേഷം പരസ്യ ജീവിതം 30 മുതൽ 33 വയസ്സ് വരെ, പിന്നീട് ഈശോയുടെ പീഡാനുഭവവും മരണവും, ഒടുവിൽ ഈശോയുടെ ഉയർപ്പ്. അപ്പോൾ ഈ ജപമാല ചൊല്ലുന്ന ഒരു വ്യക്തി ഈ ജപമണികളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ശരിക്കും ആരെയാണ് ധ്യാനിക്കുന്നത്? അത് ഈശോയെ തന്നെയാണ്. അപ്പോൾ ഈ പരിശുദ്ധ അമ്മ ഈ ജപമാലയിൽ ഇങ്ങനെ മറഞ്ഞു നിന്നിട്ട് ഈശോയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, ഈ പരിശുദ്ധ അമ്മയുടെ കയ്യിലുള്ള കുഞ്ഞ് നമ്മൾ ഈ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഗോവണിയിലൂടെ ഇറങ്ങി വരികയും ഈ ഈശോ സ്വർഗത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. നമ്മൾ ഈ ജപമാല സഖ്യത്തിലായിരിക്കുമ്പോൾ യഥാർത്ഥ മരിയ ഭക്തി
ട്രൂ ഡിവോഷൻ ടു മേരി എന്നുള്ള പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ആധികാരിക ഗ്രന്ഥമെഴുതിയ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിനെ മറക്കരുത്. കാരണം ഈ മനുഷ്യൻ പറയുകയാണ്, പരിശുദ്ധ അമ്മയെ പിതാവായ ദൈവം എല്ലാ സൃഷ്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കുവാനായി മറച്ചുവെച്ചു. മാലാഖമാരിൽ നിന്ന് മറച്ചുവെച്ചു, അവളുടെ മാതാപിതാക്കന്മാരിൽ നിന്ന് മറച്ചുവെച്ചു. എന്തിന്? അവളിൽ നിന്ന് പോലും അവളെ മറച്ചുവെച്ചു. ഇനി ഈശോ തൻ്റെ ജീവിതകാലത്ത് ഈ അമ്മയെക്കുറിച്ച് പ്രശംസിച്ചു പറഞ്ഞിട്ടില്ല. ഈ അമ്മയെ രംഗത്ത് കൊണ്ടുവരാതെ ഈശോയും അമ്മയെ മറച്ചുവെച്ചു. പരിശുദ്ധാത്മാവിൻ്റെ വത്സല മണവാട്ടിയായ പരിശുദ്ധ അമ്മയെ ഈ അപ്പസ്തോലന്മാരെ കൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിപ്പിച്ചിട്ട് പരിശുദ്ധാത്മാവും മറച്ചുവെച്ചു. അതായത് പരിശുദ്ധ അമ്മ ക്രിസ്തുവിൻ്റെ നിഴലിൽ ഇങ്ങനെ മറഞ്ഞു നിന്ന് ക്രിസ്തുവിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ജപമാല ചൊല്ലുന്ന ഓരോ നേരവും, ഇന്ന് ഈ ജപമാല സഖ്യത്തിൻ്റെ എല്ലാ മക്കളും പരിശുദ്ധ അമ്മയോടുള്ള അടുപ്പത്തിൽ ഈ ആരാധനയുടെ മുമ്പിൽ, ഈ സൗഖ്യത്തിൻ്റെ ആരാധനയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഓരോ മക്കളും ഈ ജപമണികളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ എൻ്റെ ക്രിസ്തുവിനെയാണ് ശരിക്കും ആരാധിച്ചു കൊണ്ടിരിക്കുക, എൻ്റെ ക്രിസ്തുവിനെയാണ് ശരിക്കും ധ്യാനിച്ചു കൊണ്ടിരിക്കുക. ആ ഒരു ബോധ്യത്തിൽ ഈ ജപമാല ചൊല്ലുന്ന ഓരോ നേരങ്ങളിലും ഈശോയിലേക്ക് പ്രവേശിക്കാം. ഈ കയ്യിൽ ഈ ജപമാല എടുക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയിലേക്ക് പ്രവേശിക്കാൻ ഈ ജപമാല ചൊല്ലുന്ന നേരങ്ങൾ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ ആരാധനയുടെ മുമ്പിൽ ഈ ജപമാല ഭക്തിയിൽ നമുക്ക് മനസ്സു തുറന്ന് ഹൃദയപൂർവം ആയിരിക്കാം. മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയായി, ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയായി. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ ഞാനുമിരിക്കും, കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ ഞാനുമിരിക്കും. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. മാലാഖനിരതൻ സ്തുതി സാഗരത്തിൽ എൻ സ്വരമരുവിയായി ചേരും. മാലാഖനിരതൻ സ്തുതി സാഗരത്തിൽ എൻ സ്വരമരുവിയായി ചേരും. നൈരാശ്യവനിൽ പ്രത്യാശ പകരും പനിനീർ പുഷ്പങ്ങൾ വിടരും. നൈരാശ്യവനിൽ പ്രത്യാശ പകരും പനിനീർ
പുഷ്പങ്ങൾ വിടരും. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തും ഈശോയ്ക്കും ഒരേ അമ്മ. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും പരിശുദ്ധ അമ്മയിലൂടെ നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. ഈ ഹീലിംഗ് മിനിസ്ട്രിയിൽ പ്രത്യേകമായിട്ട് എല്ലാ മാതാപിതാക്കളെയും ഈ സമയം സമർപ്പിക്കുകയാണ്. ഒരു കുടുംബത്തിൻ്റെ എല്ലാ ഭാരങ്ങളും ചുമലിൽ വഹിക്കുന്നവരാണ്. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള ബാധ്യതകളുണ്ട്, മക്കളെക്കുറിച്ചുള്ള ആകുലതകളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഈശോയെ, ഈ ആരാധനയുടെ മുമ്പിലിരിക്കുന്ന എല്ലാ മാതാപിതാക്കളുടെയും എല്ലാ ആകുലതകളെ, അസ്വസ്ഥതകളെ പരിശുദ്ധ അമ്മയിലൂടെ അവരുടെ ആകുലതകളിൽ ആശ്വാസമേകണമേ എന്ന്, അവരെ ആശ്വസിപ്പിക്കണമേ എന്ന്, ഈ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള വലിയ കരുത്തും ആത്മബലവും ഈ മാതാപിതാക്കൾക്ക് കൊടുക്കണമേ എന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന് ആരാധന അർപ്പിക്കാം. യേശുനാഥ അങ്ങേക്കാരാധന. ദൈവപുത്ര അങ്ങേക്കാരാധന. യേശുനാഥ അങ്ങേക്കാരാധന. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ കേൾക്കണമേ എന്ന് നമുക്ക് ഈ സമയം അപേക്ഷിക്കാം. പ്രത്യേകിച്ച് എല്ലാ ദമ്പതികളെയും സമർപ്പിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് നമ്മൾ അപേക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിലുള്ള തെറ്റിദ്ധാരണകൾ, അകൽച്ചകൾ, വഴക്കുകൾ, സംശയങ്ങൾ, പൊരുത്തക്കേടുകൾ, ഒരേ ബെഡിൽ കിടന്നിട്ടും ഒത്തിരിയേറെ കിലോമീറ്ററുകളുടെ ദൂരങ്ങൾ സൂക്ഷിക്കുന്നവർ, ഒരേ കാറിൽ സഞ്ചരിച്ചിട്ടും ഒത്തിരിയേറെ അകലങ്ങൾ ഹൃദയങ്ങൾക്കിടയിൽ ഉള്ളവർ, അതോടൊപ്പം ഡൈവോഴ്സിനായിട്ടൊക്കെ ഒരുങ്ങി നിൽക്കുന്നവർ, ഈശോയെ, എല്ലാ ദമ്പതികളെയും പരിശുദ്ധ ജപമാലയുടെ വലിയ ശക്തിയാൽ അവരെയെല്ലാം കൂട്ടിയോജിപ്പിച്ച് അവരുടെ ദാമ്പത്യ ജീവിതം സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും മരണം വേർപെടുത്തുന്നതുവരെ അവരെ ഒരുമിച്ച് നിർത്തണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പാടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യാചന കേൾക്കണമേ. കർത്താവേ, യാചന കേൾക്കണമേ. ഈശോ, എല്ലാ യുവതി യുവാക്കന്മാരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, പ്രത്യേകമായിട്ട് ഈ കാലഘട്ടത്തിൻ്റെ എല്ലാവിധ വഴികളിലൂടെയും ഈ മക്കൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈശോയെ, ഒത്തിരിയേറെ പ്രതിസന്ധികൾ, പ്രതിലോമ ചിന്തകൾ, തത്വശാസ്ത്രങ്ങൾ, ഈശോയെ, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവരുടെ സഞ്ചാരയാത്രകൾക്കിടയിൽ എല്ലാ യുവതി യുവാക്കന്മാരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അതോടൊപ്പം ഒത്തിരിയേറെ മക്കൾ ഡ്രഗ്സിനടിമകളാണ്, മദ്യപാനത്തിനടിമകളാണ്, തെറ്റായ ബന്ധങ്ങൾക്കടിമകളാണ്. ഈശോയെ, തെറ്റായ കാഴ്ചകൾക്കടിമകളാണ്. ഈശോയെ, ഒത്തിരിയേറെ മക്കൾ ചില തഴക്കദോഷങ്ങളിൽപ്പെട്ട് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്തതിൻ്റെ പേരിൽ ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്തതിൻ്റെ ഒരു വേദനയോടുകൂടി കഴിയുന്ന മക്കളുണ്ട്. നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ച ഈശോയെ, എല്ലാ യുവതി യുവാക്കളെയും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ആ യുവാവായ നിന്നെ മാത്രം നോക്കി സഞ്ചരിക്കാൻ ആ എല്ലാ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. ഈശോ, എല്ലാ വിദ്യാർത്ഥികളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. നമ്മുടെ തന്നെ മക്കളാണവർ. സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും ഒക്കെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈശോയെ, ഞങ്ങളുടെ വീട്ടിൽ നിന്നും അകന്നാണ് അവരുടെ യാത്രകൾ. ഈശോ, ഈ മക്കളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു ജ്ഞാനം വന്ന് നിറയണം. ഈശോയെ, ആത്മാവിൻ്റെ വലിയൊരു കരുത്ത് ഈ മക്കൾക്ക് ലഭിക്കണം. അവർ പഠിക്കുന്നത് മനസ്സിലാകുവാനായിട്ട് ആത്മാവിൻ്റെ കൃപ അവർക്ക് ലഭിക്കണം. ഈശോ, ഈ മക്കളെ എല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു, എല്ലാ വിദ്യാർത്ഥികളെയും സമർപ്പിക്കുന്നു. ഈശോയെ, അവരെല്ലാവരും പഠിച്ച് നല്ല ഉയരങ്ങളിലെത്തി മാതാപിതാക്കൾക്ക് തണലായി മാറുന്ന നല്ല മക്കളാക്കി അവരെ വളർത്തിക്കൊണ്ട് വരണമേ. ലൂക്കായുടെ സുവിശേഷത്തിൽ ഞങ്ങൾ വായിക്കുന്നു, ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ഈശോയെ, അവർ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഈ വിദ്യാർത്ഥികളെല്ലാം വളർന്നു വരുവാൻ, പഠിക്കുവാൻ അവരെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. ഈശോയെ, പ്രത്യേകമായിട്ട് ഒറ്റപ്പെട്ട് കഴിയുന്ന ഒത്തിരി മക്കളുണ്ട്. ചിലർ ശരിക്കും ഒറ്റയ്ക്ക് ജീവിക്കുന്നു, മറ്റു ചിലർ 4-5 പേര് വീട്ടിലുണ്ടെങ്കിലും ഒറ്റപ്പെട്ട് ജീവിക്കുന്നു. ആരും കൂട്ടിനില്ലാതെ ഏകാന്തതയിൽ, നിരാശയിൽ, ഡിപ്രഷനിൽ ഒത്തിരി മക്കൾ താമസിക്കുന്നുണ്ട്. ഈശോയെ, പലയിടങ്ങളിലായിട്ട് ജീവിതത്തിൽ യാതൊരു പ്രത്യാശയുമില്ലാതെ അവരുടെ ജീവിതം പലപ്പോഴും ആത്മഹത്യയുടെ അറ്റം വരെയൊക്കെ എത്തിപ്പോകുന്നുണ്ട്. ഇനി എന്തിന് ജീവിക്കണമെന്നുള്ള ചിന്ത വന്നു പോകുന്നുണ്ട് പലർക്കും. ഈശോയെ, പല പ്രായത്തിൽ, പല കാലയളവിൽ, പല സ്ഥലങ്ങളിൽ, പല മുറികളിൽ ഒറ്റയ്ക്കായിട്ടിരിക്കുന്ന, ആരും കൂട്ടിനില്ലാതെ ഇരിക്കുന്ന, പ്രത്യേകമായി നിരാശയുടെ വക്കിൽ കഴിയുന്ന എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ ഈ ആരാധ്യനായ ദൈവത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. ആരാധന ഈശോയെ, പ്രത്യേകമായി ഞങ്ങളോടിന്ന് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള ഒത്തിരി മക്കളുണ്ട്. ഈ ആരാധനയിൽ, ഈ സൗഖ്യത്തിൻ്റെ അഭിഷേക ശുശ്രൂഷയിൽ, ഈ ജപമാല സഖ്യത്തിൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ, ശാലോമിൽ ഈ കൂട്ടായ്മ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നും ഒത്തിരി മക്കൾ, നമ്മുടെ നാട്ടിൽ നിന്നും വിദേശത്ത് നിന്നും ഒത്തിരിയേറെ മക്കൾ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ പ്രാർത്ഥനകളെയും ഈശോ ഈ സമയം ആരാധനായ അങ്ങയുടെ മുന്നിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ ഇങ്ങനെ പാടുകയാണ്. ആത്മാവാം ദൈവമേ, ഞങ്ങളിലേക്ക് ഈ സമയം ഇറങ്ങി വരണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ തകർച്ചകളും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ രോഗങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ഭാരങ്ങൾ സമർപ്പിക്കുന്നു. ഈ ആരാധനയുടെ അഭിഷേകം, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എല്ലാ മക്കളിലേക്കും, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും ഈ ആരാധനയുടെ ശക്തി, പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ശക്തമായി മക്കൾ അനുഭവിക്കട്ടെ. ആത്മാവായ ദൈവമേ, പരിശുദ്ധ അമ്മയിലേക്ക് അങ്ങ് വന്ന് നിറഞ്ഞതുപോലെ എല്ലാ മക്കളിലേക്കും, ഈ ആരാധനയുടെ മുമ്പിലിരിക്കുന്ന എല്ലാ മക്കളിലേക്കും, അവരുടെ കുടുംബത്തിലുള്ള ഈ ആരാധനയിൽ പങ്കെടുക്കാൻ പറ്റാത്ത, അതിന് അവസരം ലഭിക്കാത്ത, അതിനിഷ്ടം കാണിക്കാത്ത, വിശ്വാസമില്ലാത്ത എല്ലാ മക്കൾക്കും വേണ്ടി ഞങ്ങൾ ദാഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആത്മാവായ ദൈവമേ, ഈ ആരാധനയിലേക്ക് വലിയ ശക്തി ലഭിക്കാൻ വേണ്ടി ഞങ്ങളിലേക്ക് അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ.
വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പ്രിയമുള്ളവരെ, ഈ ആരാധനയുടെ സമയത്ത് നമ്മൾ ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി കൂടി പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ പാപത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും ആരാധ്യനായ ദൈവത്തിലേക്ക് സമർപ്പിക്കുകയാണ്. ജോഷുവ 3:5 ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഈ ജപമാല സഖ്യത്തിലൂടെ ഈ സൗഖ്യത്തിൻ്റെ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ പാപത്തിൻ്റെ അവസ്ഥകളെ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തത് ഞാൻ കണ്ടുപോയിട്ടുണ്ട്. ഈശോയെ, ലൂക്കായുടെ സുവിശേഷം 11:34 കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. ഈശോ, ഈ വിളക്ക് കെട്ടുപോയ തെറ്റായ കാഴ്ചകൾ, തെറ്റായ ലക്ഷ്യത്തോടെ വ്യക്തികളെ നോക്കിപ്പോയത്, തെറ്റായ സൈറ്റുകളിലേക്ക് ഞങ്ങൾ പരതിപ്പോയത്, പോൺ വീഡിയോസിന് ഞങ്ങൾ അടിമകളായി പോയത്, ഈശോയെ, കണ്ണിൽ വന്ന എല്ലാ വീഴ്ചകളെയും ഞങ്ങൾ ഓർക്കുന്നു. അതോടൊപ്പം ഞങ്ങളുടെ കാതുകൊണ്ട് വന്നു പോയ, ഞങ്ങളുടെ കേൾവി കൊണ്ട് വന്നു പോയ എല്ലാ തെറ്റുകളെയും, അശ്ലീല ചുവയുള്ള വർത്തമാനങ്ങൾ, അശ്ലീല സംഭാഷണങ്ങൾ, വീഡിയോ കോളുകൾ, ഈശോയെ, ഇതിലൂടെയെല്ലാം ഞങ്ങളുടെ കാതുകളിലൂടെ ഈശോയെ പാപത്തിൻ്റെ അവസ്ഥകൾ ഞങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ ശരീരം അശുദ്ധമായി പോയിട്ടുണ്ട്. ഈശോയെ, ശരീരം അശുദ്ധമായി പോയിട്ടുണ്ട്. ഈശോയെ, സ്വയം ഭോഗത്തിലും സ്വവർഗഭോഗത്തിലും വ്യഭിചാരത്തിലുമൊക്കെ ഒത്തിരിയേറെ മക്കള് തങ്ങളുടെ ശരീരത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയതിൻ്റെ സങ്കടത്തിൽ എണ്ണിയെടുക്കാൻ പറ്റാത്ത അത്രയേറെ പാപങ്ങളുമായി കഴിയുന്ന മക്കളുണ്ട്. ഈശോയെ, ആ എല്ലാ അവസ്ഥകളെയും ഞങ്ങൾ ഈ ആരാധനയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എണ്ണമില്ലാത്ത പാപങ്ങൾ, ഓർക്കാൻ പോലും കഴിയാത്ത കഴിഞ്ഞ ജീവിതത്തിൽ ഈ രാത്രി വരെ വന്നുപോയ എല്ലാ പാപത്തിൻ്റെയും അവസ്ഥകളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. എല്ലാവരും ഒരുമിച്ച് പാടുക. ആത്മാവാം ദൈവമേ വരണേ. ഒരുമിച്ച് അവരവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് പാടുക. വസിക്കാൻ വരണേ. ആത്മാവിന്റെ വലിയ അഭിഷേകം. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പ്രിയമുള്ളവരെ, ഈ സമയം പ്രത്യേകമായിട്ട് നമ്മൾ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ തുടക്കം മുതൽ സൗഖ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് എൻ്റെ ശിരസ് മുതൽ കാൽപാദം വരെയുള്ള എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകൾ ഈശോ തളർവാദ രോഗിയെ സുഖപ്പെടുത്തി, അന്ധനെ സുഖപ്പെടുത്തി, ബധിരനെ സുഖപ്പെടുത്തി, ഊമനെ സൗഖ്യപ്പെടുത്തി, കൈ ശോഷിച്ചവനെ സുഖപ്പെടുത്തി, മുടന്തനെ സൗഖ്യപ്പെടുത്തി. ഈശോയെ, എല്ലാ സൗഖ്യത്തിൻ്റെ മേഖലകളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ സമയത്ത് രോഗികളായിട്ടിരിക്കുന്ന എല്ലാ മക്കളും, പ്രത്യേകിച്ച് ഏത് രോഗത്തിൻ്റെ അവസ്ഥകളിലൂടെയാണോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, ആ രോഗത്തിൻ്റെ അവസ്ഥ ഈ ആരാധ്യനായവനോട് ഏറ്റുപറയുക. എന്നിട്ട് എൻ്റെ അരികിൽ വന്ന് സൗഖ്യം നൽകി
എന്നെ ഈ ആരാധനയിലൂടെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അരികിൽ വന്ന് എന്നെ ആശ്വസിപ്പിക്കണമേ എന്ന്, എൻ്റെ അരികിൽ ഈ സമയം വരണേ, എന്നെ സൗഖ്യപ്പെടുത്തണമേ. ഏതൊക്കെ മേഖലയിലാണോ എനിക്ക് സൗഖ്യം വേണ്ടത്, ഈശോയെ എൻ്റെ അരികിലേക്ക് ഈ ആരാധനയുടെ സമാപന ആശീർവാദത്തിനായി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അരികിൽ വരേണേ, എന്നെ സൗഖ്യപ്പെടുത്തണമേ. എൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്കും, എൻ്റെ മാനസികവും ശാരീരികവും ആത്മീകവുമായ എല്ലാ മേഖലകളിലേക്കും ഈശോയെ കടന്നു വരണേ, അരികിൽ വരണേ, എന്നെ തൊടണമേ, എന്നെ സൗഖ്യപ്പെടുത്തണമേ. വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. ഈശോ എൻ്റെ എല്ലാ മേഖലകളെയും സമർപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരുടെ രോഗത്തിൻ്റെ അവസ്ഥകളെ സമർപ്പിക്കുന്നു ഈശോയെ. ആ എല്ലാ മേഖലകളെയും ഞങ്ങൾ സമർപ്പിച്ച് ഒരു സമഗ്രമായ സൗഖ്യം ഇന്നത്തെ ആരാധനയിൽ, ഇന്നത്തെ ഈ സൗഖ്യത്തിന്റെ ശുശ്രൂഷയിൽ, ഇന്നത്തെ ഈ ഹീലിംഗ് മിനിസ്ട്രിയിൽ ഈശോയെ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും ഒരു സൗഖ്യം വന്ന് നിറയട്ടെ. ഈശോ നിങ്ങളെ സൗഖ്യപ്പെടുത്തുന്നു, ഈശോ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു, ഈശോ നിങ്ങളുടെ അരികിലേക്ക് വരുന്നു. വിശ്വസിക്കുക, ഈശോ നിങ്ങളുടെ അരികിലേക്ക് വരുന്നു. വിശ്വാസം നഷ്ടപ്പെട്ട മേഖലകളിൽ സൗഖ്യപ്പെടുത്താൻ, വിശുദ്ധി നഷ്ടപ്പെട്ട മേഖലകളിൽ സൗഖ്യപ്പെടുത്താൻ, വചനത്തിന്റെ അഭിഷേകം കൊണ്ട് നിറയാൻ ഈശോ നിങ്ങളുടെ അരികിലേക്ക് വരുന്നു, നിങ്ങളെ തൊടുന്നു, നിങ്ങളെ സൗഖ്യപ്പെടുത്തുന്നു. നമ്മൾ പ്രാർത്ഥിക്കുക, അരികിൽ വരേണമേ. സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. പ്രിയമുള്ളവരെ, നമ്മൾ അവസാനത്തെ ആശീർവാദത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളും, കഴിയുന്നവരെല്ലാവരും അവരായിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടിന്മേൽ നിൽക്കുക. നമ്മൾ ഈശോയെ സ്തുതിച്ച് ആരാധിച്ച് ഈ സൗഖ്യം സ്വന്തമാക്കാൻ പോവുകയാണ്. ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യം. അതിനുവേണ്ടി നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച്, നമ്മളൊരു ഓൺലൈൻ സ്ക്രീനിലൂടെയാണ് ഇത് പങ്കെടുക്കുന്നതെങ്കിൽ എല്ലാ മക്കളും അവരായിരിക്കുന്ന മുറികളിൽ, സ്ഥലങ്ങളിൽ, ബെഡ്റൂമുകളിൽ, പ്രാർത്ഥനാ മുറികളിൽ വിശ്വാസത്തോടുകൂടി നമുക്ക് അല്പസമയം ഈശോയെ സ്തുതിച്ച് ആരാധിച്ച് ഈ ആരാധനയുടെ സൗഖ്യം നമുക്ക് സ്വന്തമാക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. വലിയ സൗഖ്യം സംഭവിക്കട്ടെ, വലിയ വിടുതൽ സംഭവിക്കട്ടെ, ഈ മക്കൾക്ക് സൗഖ്യം സംഭവിക്കട്ടെ. വിശ്വാസത്തിന്റെ മേഖലകളിൽ സൗഖ്യം സംഭവിക്കട്ടെ. വിശ്വാസത്തിന്റെ തളർച്ചയുടെ മേഖലകളിൽ അവർക്ക് വിശ്വാസം ലഭിക്കട്ടെ. വിശുദ്ധിയുടെ മേഖലകളിൽ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ സൗഖ്യം ലഭിക്കട്ടെ. യേശുവേ, യേശുവേ, യേശുവേ സൗഖ്യം ലഭിക്കട്ടെ. യേശുവേ, യേശുവേ സൗഖ്യം ലഭിക്കട്ടെ. യേശുവേ, പരിശുദ്ധ അമ്മേ, പരിശുദ്ധ ജപമാല രാജ്ഞി, അങ്ങയുടെ മധ്യസ്ഥതയാൽ ഈ ജപമാല സഖ്യത്തിലെ മക്കൾ എല്ലാവരും തങ്ങളുടെ ജപമാലകളിൽ നിന്ന് പിടുത്തം വിടാതെ അങ്ങയോട് അപേക്ഷിക്കുകയാണ്, അങ്ങയുടെ അമ്മയോട് അപേക്ഷിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും ഈശോയെ, ഞങ്ങളുടെ രോഗത്തിന്റെ അവസ്ഥകള്, ഞങ്ങളുടെ കടങ്ങള്, ഞങ്ങളുടെ നിരാശകള്, ഞങ്ങളുടെ തളർച്ചകള്, തകർച്ചകള്, ഒറ്റപ്പെടലുകള്, ഈശോയെ എല്ലാ മേഖലകളിലേക്കും വലിയൊരു വിടുതൽ, വലിയൊരു സൗഖ്യം ഈ സമയം സംഭവിക്കട്ടെ. ഒരിക്കൽ കൂടി നമുക്ക് ഈശോയെ സ്തുതിച്ചുകൊണ്ട് ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ആരാധന ഈശോയെ, നസ്രായനായ ഈശോയുടെ നാമത്തിൽ, നസ്രായനായ ഈശോയുടെ നാമത്തിൽ, നസ്രായനായ ഈശോയുടെ നാമത്തിൽ വലിയ വിടുതൽ, വലിയ സൗഖ്യം ഈ സമയം സംഭവിക്കട്ടെ. ഈശോയുടെ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ, ഈശോയുടെ തിരുശരീര രക്തത്തിന്റെ ശക്തിയാൽ, ഈശോയുടെ വിശുദ്ധ നാമത്തിന്റെ ശക്തിയാൽ വലിയ വിടുതൽ സംഭവിക്കട്ടെ, വലിയ സൗഖ്യം സംഭവിക്കട്ടെ, സൗഖ്യം സംഭവിക്കട്ടെ. യേശുവേ, യേശുവേ, യേശുവേ.
സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. നിയോഗങ്ങൾ അയയ്ക്കാൻ വാട്സപ്പ് നമ്പർ 9605818881.